ഈ സലഫിയുടെ ക്ലിപ്പിൽ ഇയാൾ എത്ര വഞ്ചന നടത്തിയിട്ടുണ്ട് അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അയാളെ ക്ലിപ്പിൽ വരെ വഞ്ചന നടത്തിയ ആളാണ് സാക്ഷാൽ പേരോട് സഖാഫ്. ഞാൻ അതിനു വേണ്ടി അയാളോട് വാദിച്ചിട്ടുണ്ട് അക്കാലത്ത്. ഒരിക്കൽ അയാൾ പ്രഭാഷകരുടെ മീറ്റിംഗ് നടക്കും എന്നോട് പറഞ്ഞു, നാദാപുരത്തെ പ്രത്യേക രംഗങ്ങളൊക്കെ നിങ്ങളെ പ്രസംഗത്തിൽ കേൾപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഏതാ കേൾപ്പിക്കേണ്ടത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ സലഫിയോട് ചെരുപ്പടക്കാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു, കേൾപ്പിക്കാൻ പറ്റില്ല, പൊട്ടത്തരാണെന്ന്. ഞാനാ രണ്ടും കേട്ടതാ. അതിന്റെ പേരിൽ നിഷ്കളങ്കരായ ആളുകൾ സുന്നത്ത് ജമാഅത്തിനെ വരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്തിനടുത്ത ആറ്റിങ്ങൽ എന്ന പ്രദേശം, അവിടെ ഇയാള് ഒരു മുഖാമുഖം നടത്തി. ആര്? പേരോടത്ത്. ഇയാളെ സൂക്ഷ്മത പറയുമ്പോൾ ഞമ്മക്ക് അതിലൊന്ന് പറയേണ്ടി വരികയാണ്. ഇപ്പൊ സലഫി ഇയാൾ കണക്കാണല്ലോ, ആരെക്കാളും പിന്നെയും മെച്ചം ഹുസൈൻ സലഫിയാവും. കാരണം അയാള് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ടാണ് ഇസ്തിഗാസയെ വിമർശിക്കുന്നത്. അതിനൊരു മാന്യത ഉണ്ടല്ലോ. ഇത് സുന്നീന്ന് പേര് വച്ചിട്ട് ഇവിടെ ഔലിയാക്കൾക്ക് നിയന്ത്രണമില്ല, ഇസ്തിഗാസ പാടില്ല, ഇവിടെ തവസ്സുല് പാടില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ മുജാഹിദുകളാണ്, തർക്കമൊന്നുമില്ല. ഇത്ര അതപ്പതിച്ചൊരു കൗമ അള്ളാന്റെ ലോകത്ത് വേറുണ്ടാവില്ല ഇവരെക്കാൾ. അതുകൊണ്ട് ഇയാൾ വലിയ സൂക്ഷ്മത എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഇയാളുടെ ആറ്റിങ്ങൽ മുഖാമുഖം, ആ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഞാൻ ആദ്യങ്ങളൊന്ന് കേൾപ്പിക്കാം. അതിൽ അയാൾ ഒരു ആയത്ത് ഓതുന്നുണ്ട്. അവിടെ നിന്നാണ് വിഷയം. ഫൈൻ തുബിന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅൻ മരീഅ. ഈ ആയത്ത് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ പേരോട് ഓതുന്നുണ്ട്. ആയത്തിലുള്ളത് എങ്ങനെ? ഫൈൻ തുബിന ലക്കും അൻ ശൈഇൻ എന്നാണ്. പേരോട് അവിടെ ഓതിയത് എങ്ങനെയാണ്? മിൻ ശൈഇൻ എന്നാണ്. അന്ന് പോയി മിന്ന ഓതിയത്. സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അത് പറയാനും ഒരു കാരണമുണ്ട്. ഹുസൈൻ സലഫി ഏതോ ഒരു ആയത്ത് ഓതിയപ്പോൾ ഒരു അക്ഷരം പേച്ചുപോയി. അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു, കണ്ടോ എന്റെ കറാമത്താണ്, അയാൾ പേച്ചുപോയി. കറാമത്തൊക്കെ ആവുമല്ലോ. അപ്പൊ അടുത്ത വരവിന് സലഫി പറഞ്ഞു, അങ്ങനെ കറാമത്താണ്, ഇൻകൂണ്ട് കറാമത്ത് എന്ന് പറഞ്ഞു. കാരണം എന്താ? താങ്കൾ ഓതി എത്രയോ ആയത്തുകൾ പേച്ചുപോയിട്ടുണ്ട്. അങ്ങനെയാണ് ആൾ ആറ്റിങ്ങൽ മുഖാമുഖം എടുത്തുകൊണ്ടുവരുന്നത്. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ അൻ എന്ന് പറയേണ്ടടുത്ത് ഇയാൾ മിൻ എന്ന് ഓതുകയാണ്. ഇയാളെ വിശ്വസ്തത പറഞ്ഞതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. ആ രംഗം ആദ്യം നിങ്ങൾ കാണി. ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ, അപ്പോ ഇയാൾ ഓതിയപ്പോ മൊത്തം തെറ്റിപ്പോയി. കാരണം എന്താ? ഫൈൻ തുബിനലക്കും അൻ ഷൈഇൻ എന്ന് ഓതേണ്ടടുത്ത് എങ്ങനെ ഓതിയത്? മിൻ ഷൈഇൻ. അതിന്റെ പുറമെ അൻ ഷൈഇൻ മിൻഹു നഫ്സൻ എന്നുണ്ട്. ആ ഓതിയില്ല. എന്നിട്ട് ഫകുലൂഹു ഹനീഅൻ മരീഅ എന്ന് ഓതി. അപ്പൊ ഈ വിഷയം സലഫി വെല്ലുവിളിക്കുകയാണ്. എന്താ ചോദ്യം? താങ്കൾ ഓതിയ രൂപത്തിൽ ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ കാണിച്ചു തന്നാൽ താങ്കളുടെ ചെരുപ്പ് ഞാൻ എടുക്കാം. ഇതാണ് വെല്ലുവിളി. ഓതിയത് എങ്ങനെ? മിന്നുള്ളത് അന്നാക്കി, അന്നുള്ളത് മിന്നാക്കിയിട്ട് ഓതി. അതിന്റെ പുറമെ ആയത്തിൽ ഒരു ഭാഗം കട്ടു. ഇതുപോലെ ഖുർആനിൽ ഉണ്ടെങ്കിൽ എന്നാണ് സലഫിന്റെ വെല്ലുവിളി. ഇയാൾ എന്താ ചെയ്തെന്നറിയോ? ഇയാൾ പാവപ്പെട്ട കൗമിനെ നാദാപുരത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇയാൾ പറഞ്ഞു, ഇതാ സലഫി വെല്ലുവിളിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഫൈൻ തിബ്ന ലക്കും എന്നൊരു ആയത്ത് കാണിച്ചു തന്നാൽ ചെരുപ്പെടുക്കാമെന്നാ സലഫി പറഞ്ഞത്. ഇതാ ആയത്ത് സലഫിനെ ഓതുന്നുണ്ട്. എന്നിട്ട് ആ വെല്ലുവിളിയാണ് മാറ്റിയാണ് ഈ ചങ്ങാതി ഹൈവാൻ ചെയ്യണത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇയാള് തെറ്റി ഓതിയപ്പോ അങ്ങനെ ഒരു ആയത്തുണ്ടെന്നാ ചോദ്യം. ഇയാള് ഫൈൻ തിബ്ന ലക്കും എന്നുള്ള ആയത്തുണ്ടോന്ന് ആക്കിയത്. എന്ത് സൂക്ഷ്മത! എന്നിട്ട് ഭയങ്കര ജോറിൽ വെല്ലുവിളി സ്വീകരിക്കുന്ന രംഗം ഇട്ട് കൊടുക്ക്. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പോ ഓതിയ ഫൈൻ തിബ്ന ലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. അച്ചക്കള്ളം അല്ലാടെ പേരിൽ പറയേ
ആയത്ത് കണ്ടോളി. ഫൈൻ തിബിനലക്കും നോക്കോ, ഫൈൻ തിബിനലക്കും. എടുക്കടോ ചെരുപ്പ്, എടുക്കാൻ പറ്റി. എങ്ങനെ എടുക്കാനാ ചെരുപ്പ്? അപ്പൊ ആ സലഫിന്റെ ആ ഭാഗം മാത്രം കേട്ടു. ഫൈൻ തിബിനലക്കും എന്ന ആയത്ത് ഖുർആനിലുണ്ടെങ്കിൽ ദാ നോക്കിക്കോ, ഫൈൻ തിബിനലക്കും, എടുക്ക് ചെരുപ്പ്. ഞാൻ അയാളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ പ്രവർത്തകർ സലഫിന്റെ പ്രസംഗം കേൾക്കാത്തത് കൊണ്ട് താങ്കൾ രക്ഷപ്പെടുന്നതാണ്. ആ പൊട്ടത്തരം ക്ലിപ്പിട്ട് പറയാൻ എന്നെ കിട്ടൂല. ഞാനും അയാൾ ആദ്യം തെറ്റിയ വിഷയം അവിടെയാണ്. തോന്നിവാസ ചെയ്ത് പാവപ്പെട്ട സുന്നികളെ പറ്റിക്കാൻ അയാൾ തെറ്റി ഓതി അത് പറഞ്ഞാൽ പോരെ ആളുകളോട്, ഞാൻ തെറ്റിയതാണ്, അതിങ്ങനെ ഓതണ്ടി, എന്നിട്ട് അവിടെ പോയിട്ട് ആളാകാൻ നോക്കുക. അങ്ങനെയാണ് പലരെയും നിങ്ങൾ വഹാബികളാക്കിയത്. ഇപ്പൊ വഹാബിൻ താനൊക്കെ സമായപ്പോ അന്നുള്ള കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി. എന്തിന് നിങ്ങൾ വലിയ വിശ്വസ്തന്മാരായിട്ട് വരിക? മുജാഹിദ് മൗലവിന്റെ ക്ലിപ്പ് വരെ ഞങ്ങൾ കട്ട് ചെയ്യുമ്പോൾ വളരെ ഓരോ സൂക്ഷ്മത നിങ്ങൾ പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഇയാളൊരു ക്ലിപ്പ് തന്ന ഇടലുമില്ല, അതിന്റെ ആദ്യം അവസാനമൊക്കെ നോക്കിയിട്ടേ ഇടലുള്ളൂ. അന്നേ ഈ വഞ്ചനല്ലാതെ എന്താ ഇയാളെ അടുത്തുള്ളത്? അതുകൊണ്ട് വാഴക്കാട് വന്നിട്ട് നല്ല കുട്ടിയാവാൻ നോക്കണ്ട, അതൊക്കെ പൊളിഞ്ഞ് പാളീസായതാണ്. പിന്നെ സുന്നത്ത് ജമാഅത്തിന് നഷ്ടമല്ലാതെ നിങ്ങളെ ഈ പിന്നെ ഖണ്ഡനം കൊണ്ട് എന്ത് കുന്താണ്ടായത് ഇവിടെ?